നമ്മുടെ നിലവിലെ പുനലൂർ കുടിവെള്ള പദ്ധതി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പുനലൂരിലെ ജനങ്ങൾക്കെല്ലാം കുടിവെള്ളം എത്തിക്കുന്നതിന് ഇന്ന് പര്യാപ്തമല്ല. 2016 തന്നെ നഗരസഭ മുൻകൈയെടുത്ത് നടത്തിയ ഒരു പഠനത്തെ തുടർന്ന് 4.5 ദശലക്ഷം ലിറ്റർ കുടിവെള്ളം മാത്രമാണ് ആ പദ്ധതിയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അന്നത്തെ പുനലൂരിലെ ഡിമാൻഡ് 11 ദശലക്ഷം ലിറ്റർ യൂണിറ്റ് കുടിവെള്ളമാണ്. ഇപ്പോൾ 12 ദശലക്ഷം ലിറ്റർ വെള്ളമെങ്കിലും നമുക്ക് പ്രതിദിനം ആവശ്യമുണ്ട്. 2016 നഗരസഭ തന്നെ മുൻകൈയെടുത്ത് പുനലൂരിലേക്ക് ഒരു പുതിയ കുടിവെള്ള പദ്ധതിക്കുള്ള പ്രോജക്റ്റ് സർക്കാരിൽ സമർപ്പിക്കുകയും സർക്കാർ തത്വത്തിൽ അതിന് അംഗീകാരം നൽകിയിട്ടുള്ളതുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2016 പുതിയ പ്രോജക്റ്റിന് അംഗീകാരം നൽകുമ്പോൾ തന്നെ സർക്കാർ നിർദ്ദേശപ്രകാരം വാട്ടർ അതോറിറ്റി ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും 5 ദശലക്ഷം ലിറ്റർ ശുദ്ധജലം കൂടി പുനലൂരിന് നൽകാം എന്ന് കരാറുണ്ടാക്കുകയും അതിനുവേണ്ടി ഏതാണ്ട് 4 കോടിയോളം രൂപ മുനിസിപ്പാലിറ്റി മുടക്കി പനംകുറ്റി മലയിലെ പ്ലാന്റിൽ നിന്നും പുനലൂർ ഹൈസ്കൂളിലെ പുനലൂർ പദ്ധതിയുടെ ടാങ്കിലേക്ക് ജപ്പാൻ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ വലിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നഗരസഭ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 2016 ഇത് വിജയകരമായി നടന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ അന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വെള്ളം എത്തിക്കാനുള്ള പഞ്ചായത്തുകളും കൊല്ലം കോർപ്പറേഷനും ഒന്നും വെള്ളം അതിലേക്ക് കൊണ്ടുപോകാനുള്ള പൈപ്പൊന്നും വിന്യസിച്ചിരുന്നില്ല. ഇപ്പോൾ എല്ലാ ടാങ്കുകളും പ്രവർത്തന സജ്ജമായപ്പോൾ ഈ ഗ്രാവിറ്റി ഫോഴ്സിൽ വെള്ളം നിറഞ്ഞ് പുനലൂർ മുനിസിപ്പാലിറ്റിയിലേക്കും കരവാളൂർ പഞ്ചായത്തിലേക്കും ജപ്പാൻ പദ്ധതിയിൽ നിന്ന് വെള്ളമെത്തുന്ന വട്ടമൺ ടാങ്ക് ഏറ്റവും അവസാനമാണ് നിറയുന്നത്. പലപ്പോഴും ആ ടാങ്കിൽ മതിയായ വെള്ളം എത്തുന്നില്ല. അതിനെ തുടർന്ന് കരവാളൂർ പഞ്ചായത്തിനെ പോലെ തന്നെ 5 ദശലക്ഷം ലിറ്റർ വെള്ളം അവിടെ നിന്ന് ലഭിക്കുന്നതിനെ ആശ്രയിച്ച് കഴിയുന്ന പുനലൂരിലെ ജനങ്ങൾക്ക് കൃത്യമായി കുടിവെള്ളം എത്തുന്നില്ല എന്ന ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളത് വാട്ടർ അതോറിറ്റിയുമായിട്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും വിദഗ്ധന്മാരുമായിട്ട് ചർച്ച ചെയ്തു. അതിനെ തുടർന്ന് കൗൺസിൽ എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം വട്ടമൺ ടാങ്കിലേക്ക് ജിഡ്കായുടെ പ്ലാന്റിൽ നിന്ന് നേരിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റ് ടാങ്കുകൾ നിറഞ്ഞതിന് ശേഷം വട്ടമൺ ടാങ്ക് നിറയൂ എന്ന് പറയുന്ന പ്രശ്നം മാറിക്കിട്ടും. അതുകൊണ്ട് വട്ടമൺ ടാങ്കിലേക്ക് ഡയറക്റ്റ് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി ഞങ്ങൾ അതിനുള്ള നിർദ്ദേശം ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്കും സർക്കാരിന് നൽകുകയാണ്. അതിനാവശ്യമായ പണം വാട്ടർ അതോറിറ്റി മുടക്കുന്നില്ലെങ്കിൽ പുനലൂരിലെ കുടിവെള്ള പ്രശ്നം എന്നുള്ള നിലയിൽ ആ പണം നഗരസഭ നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം സർക്കാരിനെ അറിയിക്കുകയാണ്. അതുപോലെ പ്രധാനമാണ് പുതിയ വാട്ടർ സപ്ലൈ സ്കീം യാഥാർത്ഥ്യമാകുന്നത് വരെ നമുക്ക് എല്ലാവർക്കും യഥേഷ്ടം വെള്ളം ലഭിക്കണമെങ്കിൽ പുതുതായിട്ട് നമുക്കിപ്പോൾ പത്തനാപുരം മണ്ഡലത്തിൽ പണിഞ്ഞ മഞ്ഞമൺകാല കുടിവെള്ള പദ്ധതിയുണ്ട്. ബഹുമാന്യനായ ശ്രീ ഗണേഷ് കുമാർ, പത്തനാപുരത്തിന്റെ MLA-യും മന്ത്രിയുമായ ഗണേഷ് കുമാർ നഗരസഭയ്ക്ക് അതിൽ നിന്ന് വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ സഹായിക്കാം എന്ന് ഞങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൗൺസിൽ യോഗം മഞ്ഞമൺകാല കുടിവെള്ള പദ്ധതിയിൽ നിന്നും ആരംഭുന്ന 10 ഏക്കർ ചെമ്മന്തൂർ കോളേജ് വാർഡുകളിലേക്കുള്ള വെള്ളം എത്തിക്കുന്നതിനുള്ള അനുമതി നൽകണം എന്ന് ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെയും ചിലവ് വേണ്ടി വന്നാൽ, അതിനുള്ള തുക വേണ്ടി വന്നാൽ അത് നഗരസഭ മുടക്കാം എന്നുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും കേളങ്കാവ് അഷ്ടമംഗലം ഭാഗത്ത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ്. അപ്പൊ കേളങ്കാവ് അഷ്ടമംഗലം പരവട്ടം മണിയാർ മേഖലയിലേക്ക് പ്രയോജനം ലഭിക്കത്തക്കവണ്ണം നമ്മൾ കരവാളൂരിൽ നിന്നും പൈപ്പ് ലൈൻ വലിച്ച് ആ ഭാഗങ്ങളിലേക്ക് ജപ്പാൻ പദ്ധതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി നേരത്തെ തന്നെ പലയാവർത്തി ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. അങ്ങനെ അത് നമ്മുടെ വാട്ടർ അതോറിറ്റി അതിന് അനുവാദം തന്നാൽ അതിനുള്ള പണം നഗരസഭ കണ്ടെത്തി അടയ്ക്കാം എന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിലയിലുള്ള കാര്യങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയാൽ പുനലൂരിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന
കുടിവെള്ള ദൗർലഭ്യത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് മുനിസിപ്പൽ കൗൺസിലിന്റെ വിശ്വാസം. ഇത് കൂടാതെ